നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ മകൻ രോഹിത്തും ഈ നിൽക്കുന്ന സുസ്മിതയുമായി വിവാഹത്തിന് മുമ്പേ പ്രണയത്തിലായിരുന്നു അല്ലേ? അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആലോചിക്കേണ്ട കാര്യമില്ല പത്മാവതി അമ്മേ. മറുപടി തരണം. സാർ എന്താ ചോദിച്ചത്? നിങ്ങൾ എന്റെ ചോദ്യം കേട്ടു പത്മാവതി അമ്മേ. കേട്ടില്ലെന്ന് നടിക്കരുത്. അതെ, അവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു. അക്കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? അറിയാമായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ രോഹിത്തിനോടൊപ്പം സുസ്മിത പലവട്ടം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ട്. അക്കാലത്ത് ഒരു വട്ടമെങ്കിലും ആ ബന്ധം തടയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്തു മറുപടിയാ പറയാ? വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയുമായി അവിരാമം വീട്ടിൽ കയറി ഇറങ്ങുകയും അവളോടൊപ്പം ഹോട്ടലിലും പാർക്കിലും ബീച്ചിലും ചുറ്റിയിട്ടും അതിൽ നിങ്ങൾക്ക് അനുചിതമായി ഒന്നും തോന്നിയില്ലേ? അവരങ്ങനെയൊന്നും പറയണം. അനുചിതമായി ഒന്നും തോന്നിയില്ലേ? അത് നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയല്ലേ? മിലോഡ്, നോട്ട് ദി പോയിന്റ്. ആ പ്രേമബന്ധം എത്ര കാലം തുടർന്നിട്ടുണ്ടാവും? ഏകദേശം 1 വർഷം. ഈ കാലയളവിനിടെ നിങ്ങൾ അവളുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. വിലാസം, അച്ഛനമ്മമാരുടെ ഫോട്ടോ കണ്ടുള്ള പരിചയം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സാറേ. അതുകൊണ്ടല്ലേ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ രോഹിത്തിന് അവളെ അന്വേഷിച്ച് ഇറങ്ങേണ്ടി വന്നത്. മിലോഡ്, നോട്ട് ദിസ് ടു. ഈ നിൽക്കുന്ന സുസ്മിതയാണ് നിങ്ങളുടെ മകൻ രോഹിതിനെ കൊലപ്പെടുത്തിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അതെ സാറേ, ഇവള് തന്നെയാ. ഇവളോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്. ചൈന കോളനിയിലെ പെണ്ണുങ്ങളും നിങ്ങളും കൂടി സുസ്മിതയെ വലിച്ചു കീറുമെന്ന് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്. രോഹിത് കൊല്ലപ്പെട്ടുവെന്ന് ആരോപിക്കുന്ന ദിവസത്തിന് ശേഷം പിന്നെയും സുസ്മിത നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കാരണമെന്താണ് പത്മാവതിയമ്മേ? അത്രയും പകയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനവളെ അവിടെ താമസിക്കാൻ അനുവദിച്ചു? മറുപടി പറയണം പത്മാവതിയമ്മേ. 5 ലക്ഷം അതല്ലേ കാരണം? മിലോഡ്, ബാലചന്ദ്ര ഫിനാൻസ് എന്നൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും തന്റെ മകൻ രോഹിത് 5 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നും ആ സ്ഥാപനത്തിന്റെ ഉടമയായ ബാലചന്ദ്രനുമായി സുസ്മിതയ്ക്ക് പരിചയമുണ്ടെന്നും സുസ്മിതയിലൂടെ ആ പരിചയം മുതലെടുത്ത് കടം ഒഴിവാക്കാമെന്നും ഇവർ കരുതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.